ദൃശ്യം രണ്ടാം ഭാഗം ആരംഭിക്കാനിട്ടാ. അപ്പം നമ്മുടെ പറമ്പിൽ 2 കമ്പോസ്റ്റ് കുഴി വേണമെന്ന് അർത്ഥം. ജൈവ കൃഷിക്ക് അത്രയ്ക്കേണ്ട വിളവ് പ്രതീക്ഷിക്കണ്ടേ. 1200 1200 എപ്പോഴും പറയണ്ട. കാര്യം ഭയങ്കര തമാശകാരിയട്ടാ. കിടക്കട്ടേന്നേ, ഒന്നിൽ പഴച്ചു കഴിഞ്ഞാൽ അടുത്ത് വിജയിക്കും, അല്ലെങ്കിൽ അത് പഴച്ചു കഴിഞ്ഞാൽ അടുത്ത് വിജയിക്കും. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നു. നിങ്ങൾ എപ്പോഴും കഴുകിന്ന് പറയുള്ളൂ. കഴുകി എന്ന് പറയും. കൂട്ടാൻ വെക്കാൻ ഒന്നുമില്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വഴുതനങ്ങി ഉണ്ട്, തൈരുണ്ടെങ്കിൽ ചെയ്യാം. ഇത് കഴിച്ചില്ലെങ്കിൽ ഇടി കിട്ടും. ആ ഉള്ളിയൊക്കെ കടിക്കുമ്പോൾ എന്തൊരു രസം അറിയൂ. നമ്മള് ദൃശ്യം രണ്ടാം ഭാഗം ആരംഭിക്കാനിട്ടാ. എന്താ ചിരിക്കുന്നത്? എന്തുട്ടാണ് ഈ ദൃശ്യം രണ്ടാം ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. അത് 1-ാം ഭാഗം കണ്ടിട്ടുള്ളവർക്ക് 2-ാം ഭാഗം മനസ്സിലാവുള്ളൂ. 1-ാം ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു കമ്പോസ്റ്റ് കുഴി കുത്തി. മോഹൻലാല് ഒരു കമ്പോസ്റ്റ് കുഴി കുത്തുന്നത് കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ? ഒരു കമ്പോസ്റ്റ് കുഴി കുത്തിയത് പശുക്കുട്ടീനെ കുഴിച്ചിടാനാണ്. അപ്പം നമ്മുടെ ആ കമ്പോസ്റ്റ് കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള സകലമാന ചപ്പ് ചവറുകളൊക്കെ വാരി അതിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അവിടെ നിന്ന് പിന്നെ സുജിത അടിച്ചു വാരുന്നതും സരിത അടിച്ചു വാരുന്ന ചവറും കൊണ്ടുവന്നിടും. എന്നിട്ട് അത് നിറഞ്ഞിട്ട് അതിൻ്റെ മീതെ കഴിഞ്ഞ ആഴ്ച ചാണം കൊണ്ട് നിറക്കിയപ്പോൾ അതിൻ്റെ മീതെ ചാണം സെറ്റാക്കിയിട്ട് അവിടെ കാണിച്ചു തരാം. കണ്ടിട്ടുണ്ടാവും, ഞാൻ 4 നാളത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ചാണം അതിൻ്റെ മുകളിൽ സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ ഇവിടെ അടിച്ചു കൂടുന്ന ചവറുകൾ ഈ കാടും പടലൊക്കെ ഇല്ലേ, ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ വലിച്ച് തൂരാളയാണുള്ളത്. ശരി, അതിന് കളയുന്നില്ല. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഈ മത്തങ്ങാരിയും ഇതൊക്കെ എല്ലാത്തിനെയും ഞാൻ അടിച്ചു കൂടുന്നതൊക്കെ ചവറുകൾ കൊണ്ടുവരാൻ സ്ഥലമില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ കുഴി കൂടി കുത്തണം. അപ്പോൾ അതിൻ്റെ കുഴിയാണ് ദൃശ്യം രണ്ടാം ഭാഗം എന്ന് പറഞ്ഞിട്ട് കുഴി കുത്തുന്നത്. 1-ാം ഭാഗത്തിലത്തെ സാധനം ഇനി അത് അമർന്ന് ചീഞ്ഞല്ല പൊടിഞ്ഞ് അത് കമ്പോസ്റ്റായിട്ട് മാറും. ആ സമയത്ത് ഇതിലിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ മീതെ പിന്നെ ചാണകം കൊണ്ടുവന്നപ്പോൾ ഇത് നിറയുമ്പോഴേക്കും അത് എടുക്കാൻ പറ്റും. അങ്ങനെയാണ്. അവിടെ ഒരു മത്തങ്ങ അത് നീ പൊട്ടിച്ചോ? ആരോടാ? നിന്നോട്. എന്താ ഇവിടെ ഒരു മത്തങ്ങ ഇങ്ങോട്ട് വന്ന് ഒരു കുഞ്ഞാണ് മത്തങ്ങ. പഴുത്തുണ്ട്. അയ്യോ നോക്കിയേ, മണ്ണെണ്ണ കുടിയന്മാര് മുഴുവൻ വന്നിട്ട് മത്തങ്ങ നോക്കി. അതിനടിയിൽ മണ്ണെണ്ണ കുടിയന്മാര് കണ്ടു. അയ്യേ, ഇത് പൊട്ടിച്ചില്ലേ, കണ്ട നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ വേറെ ചെറുതുണ്ട്. കഴിഞ്ഞു, ഈ മത്തങ്ങയുടെ കാലാവധി കഴിഞ്ഞു. കണ്ടത് ഇത് പൊട്ടിക്കാം. കണ്ടാ, ഇതേപോലത്തെ കുഞ്ഞിതാണ്. ഇനിയോ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ വലുതാവണില്ലേ. നല്ല പോലെ പാലക്കാടൻ മറ്റേ ഇത് അല്ല, വളം ഇട്ട് കൊടുക്കണ കുറഞ്ഞിട്ടാണോ? വളല്ല, അതിന് കാലാവധി കഴിഞ്ഞു. കണ്ടില്ലേ? അല്ലാതെ ഇതുമ്പോ ആദ്യം തൊട്ട് ഉണ്ടായി കിട്ടിയതൊക്കെ ഈ വലിപ്പന്നുള്ളോ? വലിപ്പുണ്ടായിരുന്നു. ഇതുമ്പോ പൊട്ടിച്ചത് ഇപ്പൊ ഇന്നതേ ലാസ്റ്റത്തെ പീസ് ഇന്ന് സാമ്പാർ വെച്ചിട്ടു. ഇനി ഉണ്ട് അവിടെ ഇല്ലേ, കഴിഞ്ഞു. ഇതിലില്ല, ഇനി ഉണ്ടാവില്ലേ, മൊരടിച്ചു. ഇപ്പൊ അവിടെ മത്തേര തൈ ഞാൻ നട്ടുണ്ട്. അപ്പൊ ഇത് പകലും ചെയ്യാം. ഇതിലിനി ഉണ്ടാവില്ലേ? നീയേ ആ വഴുതനങ്ങ ഇഷ്ടം പോലെ പൊട്ടിച്ചേ. ഞാനിവിടെ കുഴി കൂത്തട്ടെ. അപ്പം നമ്മുടെ പറമ്പിൽ 2 കമ്പോസ്റ്റ് കുഴി വേണമെന്ന് അർത്ഥം. അത് ശരിയാവില്ലേ? ഇതിപ്പോ ഉണ്ടായാലും പോരാ. ഇനിയിപ്പോ എല്ലാ മരങ്ങളും ഇപ്പൊ ഒരുമിച്ച് ഇല പൊഴിക്കാൻ പോവാ. അതിന്റെ ഇലകളൊക്കെ അവിടെ പറമ്പിലേക്ക് ആക്കാം. അവിടെ ഇടാൻ സ്ഥലമില്ലേ അതില്. ചേട്ടൻ മറ്റേ കമ്പോസ്റ്റ് കുഴിയില്ലേ, അത് കാലിയാക്ക്. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലിടാം ചവറ്. മറ്റേ ചെടികൾക്കൊക്കെ കമ്പോസ്റ്റ് വളം കൊണ്ടിടാം. കംപ്ലീറ്റ് ഇഷ്ടം പോലെ ഞാൻ വളം കൂടുതൽ എത്ര വളം കൂടുതൽ പ്രയോഗിച്ചാലും ഈ ജൈവ കൃഷിക്ക് അത്രയ്ക്കേണ്ട വിളവ് പ്രതീക്ഷിക്കണ്ടേ. വെണ്ടക്കായ തവണ അടിപൊളിയായിട്ട് കിട്ടിയിട്ടാ. അല്ല ചേട്ടൻ നനയ്ക്കുണ്ടല്ലോ അവിടെ, കൊറേ നാളെയല്ലേ ചേട്ടൻ കണ്ടിട്ട്. എവിടെയാ? നീ ഇന്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. ചേട്ടൻ പോയില്ലേ സ്കൂട്ടർ നന്നാക്കാനപ്പോ, സൈക്കിളിന്റെ പമ്പ് എടുക്കാനല്ലേ ചേട്ടൻ്റെ വണ്ടിയെ കൊറേ നാളായിട്ടേ എടുക്കാറില്ല. ബൈക്ക് ഏത് ബൈക്കാണാവോ? അല്ല ചേട്ടൻ വണ്ടി ശരിയാക്കിയാ? പഞ്ചർ ഒട്ടിച്ചാ? എയർ അടിക്കാനായിട്ട് പമ്പ് എടുക്കാൻ വന്നതാ. കൊറേ നാളെ യൂണിക്കോൺ എടുത്തിട്ടേ. അപ്പൊ ഇപ്പൊ അത് എടുത്തപ്പോ ഒരു ടയർ പഞ്ചറായിട്ടിരിക്കുന്നു. ബൈക്കിന്റെ ടയർ നമ്മുടെ സൈക്കിളിന്റെ പമ്പ് വെച്ചിട്ട് എയർ അടിക്കാൻ പറ്റുമോ? അല്ല, പഞ്ചർ ഒട്ടിക്കണ സ്ഥലം വരത്തേക്ക് എത്തിക്കാൻ വേണ്ടിട്ടേ വേണ്ടിട്ട് എടുക്കാൻ വന്നേ പമ്പ്. നല്ല മണ്ണല്ലേ. ഒറ്റ ദിവസം കൊണ്ട് ഈ കുഴി കുത്തി കഴിയുന്നില്ല ചേട്ടാ. 4 അടി താത്തണ്ടേ? 2 കുത്തൂത്തി പോയി ചെയ്യണ്ടായാ?
ഏയ് ഞാൻ തുടക്കം തന്നെ ചേട്ടൻ തോൽവി സമ്മതിച്ചല്ലോ. തോൽവി സമ്മതിക്കുന്നത് ഞാൻ അവിടുത്തെ കുഴി വല്ല വല്ല ഈ പണിക്കാരെ വെച്ച് ചീപ്പിച്ചിട്ടുണ്ടാ? ഇല്ല. ഞാൻ ഒറ്റയ്ക്കല്ലേ ചീച്ചത്. ആ അതെ. എന്തേലും ഈ വഴുതനയോട്ട് സാധനം വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വഴുതനങ്ങോട്ട് എന്തുട്ട് സാധനം വെക്കാൻ? സാമ്പാർ കൂട്ടാനും പപ്പടം കാച്ചിരിക്കുന്നുണ്ട് ചോറിന്. അതുപോരെ? അല്ലടി വഴുതനയും തൈരും കൂട്ടിട്ട് ഒരു അടിപൊളി സാധനം ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ? ഇന്നാളുണ്ടാക്കിയതല്ലേ? ആ നല്ല രസം. എന്തിനാന്ന് സാമ്പാറില്ലേന്ന് കൂട്ടാൻ? വെറുതെ മേമ്പൊടിക്ക് പറയില്ലേ? വഴുതനങ്ങ, വെണ്ടക്കായ, കൂർക്ക, ഇഞ്ചി, മത്തങ്ങ, പിന്നെ രസരുത കൊള്ളി, കപ്പ, പുതിനല, ആഫ്രിക്കൻ മല്ലിയില, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഇനി ചില സാധനങ്ങളും കൂടി ഉണ്ട്. അതും കൂടി പയറ് എന്തുകൊണ്ടോ ശരിക്കും പിടിക്കില്ല. പിന്നെ മണിത്തക്കാളിയിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. പയർ ആർക്കും ഉണ്ടാവണില്ല. ആ ചെറിയ പറഞ്ഞു പയറുണ്ടാവണില്ലെന്ന്. എന്ത് എന്നിട്ട് പയറുണ്ടാവണില്ലെന്ന്? ഇപ്പോഴത്തെ വിത്തിന്റെ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോ ചീര അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു. എന്തോരം കിട്ടി? ഫ്രഷ് വെണ്ടക്കായ അല്ലേ? വെണ്ടക്കായല്ലേ വഴുതനങ്ങ. അതുകൊണ്ട് ഇത് ചീരി നീ ഇവിടെ നിന്ന് ചെയ്തോ. എന്തായാലും നീ വെറുതെ നിൽക്കല്ലേ? ആളുകൾ വെറുതെ നിൽക്കാന്ന് പറയണ്ട, പറയിപ്പിക്കരുത്. ഞാൻ വല്ല കൈ കൊണ്ട് എന്തെങ്കിലും സഹായം ഇവിടെ മണ്ണ് മാറ്റിയിടേ അങ്ങനെ അതിനുള്ളതായിട്ടില്ല. നീ ഈ മണ്ണ് മാറ്റിയിടുന്നു വേണ്ട. മറ്റേ മണ്ണ് ഇങ്ങനെ കൊത്തുമ്പോ കണ്ടിട്ടില്ലേ? കൊട്ടയില് മണ്ണ് തലയിൽ ചോന്ന് എവിടെയെങ്കിലും കൊണ്ടിടുന്നു. ആ സിനിമയില് ഒറിജിനല് പണിക്കാര് ചേച്ചിമാരെല്ലാം ചെയ്യാ. അതിനൊന്നും ആവശ്യമില്ല. നീ ഞാൻ കളച്ച് ക്ഷീണിച്ച് വരുമ്പോഴേക്കും വഴുതനങ്ങ നമ്മളെന്നെ കളച്ചുണ്ടാക്കിയിട്ടുള്ള പച്ചക്കറി കൊണ്ടേ അതിൽ നിന്ന് ഇതുകൊണ്ട് അതിൻ്റെ സാധനം കൊണ്ട് ഉണ്ടാക്കി കഴിക്കാനുള്ള ടേസ്റ്റ് അല്ലേ? ചെയ്യാം. അത് പെട്ടെന്ന് 5 മിനിറ്റ് മതിയാക്കാൻ. അതെ, കഴിയാറാകുമ്പോ ചെയ്യാം. ദൃശ്യത്തിന്റെ വേഗം ഉണ്ടാക്കി ചേട്ടൻ വേഗം വിശക്കും. ഇല്ല, ദൃശ്യത്തിന്റെ 3-ാം ഭാഗം ഇറങ്ങണ്ടല്ലോ ഇല്ലേ? ഇനി എന്തിട്ട് ചെയ്യാനാ? കൊണ്ടേ കൊളാക്കൂ. ഒക്കെ കൊളന്നെയാ. ഞാനേ ആദ്യം സെക്കൻഡ് പാർട്ടിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു ദൃക്സാക്ഷിനെ ഉണന്നു. വിറ്റ്നസിനല്ലേ? അയാൾ ഇത്ര കാലം എവിടെയായിരുന്നാവോ? അതിനാണ് നമ്മള് ദൃശ്യം സിനിമയില്ലേ, അയാൾ നേരെ ജയിലിലേക്ക് അയാളെ കൊണ്ടുപോയ. അയാളെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോയതാ കാണിക്കണ. ഇടയ്ക്ക് മറ്റേ വിചാരണ നടക്കലും കാര്യങ്ങളും ഒന്നുമില്ല. സ്പോട്ടിൽ എന്തൊക്കെ ശിക്ഷ വിധിച്ച് ആളെ കൊണ്ടുപോയി ജയിലിലടച്ചു. ഒരു പരവള് പോലും ഇതിന്റെ ഇടയിൽ കിട്ടിയിട്ടില്ല. ദൃശ്യം ഇറങ്ങിയ ടൈമില് നമ്മുടെ തൃശ്ശൂര് ഈ പാമ്പൂര് വശത്തൊരു സ്കൂളിലെ ഒരു ഗ്രാമസഭ അങ്ങനത്തെ നടക്കണ്ടായിരുന്നു. അപ്പൊ കുറെ പേര് ബുദ്ധിജീവികളും കുറെ പേരുണ്ട്, വക്കീലുമാര് അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാനത് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ 2 ഫോട്ടോ എടുത്ത് കൊടുക്കണം. നാരായണ മാഷ് 2 ഫോട്ടോ എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടേ നമ്മുടെ മൊബൈലിൽ എടുക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ചർച്ച ദൃശ്യം സിനിമയെ കുറിച്ചിട്ടായിരുന്നു 1-ാം ഭാഗം. 1-ാം ഭാഗം ആദ്യത്തെ പടം ഇറങ്ങിയത്. അപ്പോൾ അതിലൊരു വക്കീല് പറയാ, ഈ സംഗതിയില്ലേ ഇത് ഞാൻ 5 മിനിറ്റ് കൊണ്ട് ഞാൻ പൊളിച്ച് കാണിച്ചു കൊടുക്കാം. പോലീസുകാർ അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് കുറെ കഷ്ടപ്പാട് നടത്തിയില്ലേ, അതിന്റെ ലൂഫ് ഹോൾസുകൾ ഞാൻ പറഞ്ഞു കൊടുക്കാന്ന്. അല്ല അതായിരുന്നു അവിടെ ചർച്ച. ഓർമ്മയുണ്ട് ഇപ്പോ. ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഇതുപോലെ പലരും ഓരോ ഇതുകളായിട്ട് പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു മറ്റേ സേതുരാമയ്യർ CBI കേസ് കൊടുക്കുന്നു. ആള് വന്നിട്ട് ഇത് സ്റ്റെപ്പായിട്ട് അന്വേഷിക്കുന്നു. ഓരോ കാര്യങ്ങള് ഇങ്ങനെ തെളിച്ച് ലാസ്റ്റ് ജോർജ് കുട്ടിയിലേക്ക് എത്തുന്നതും ഒക്കെ ആയിട്ട് നല്ലൊരു ബുദ്ധിയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാനൊക്കെ പറ്റുമെന്ന് പറയട്ടെ. സിനിമയല്ലേ, സിനിമയില് കുറെ കാര്യങ്ങൾ അങ്ങനെയായിരിക്കും. പ്രേക്ഷകർക്ക് സിനിമ കാണാതിരിക്കുമ്പോൾ കുറെ ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ടാവും. അത് പറയാൻ പറ്റില്ല. ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ ലോജിക്ക്, ഇപ്പൊ കോമഡി പടാകുമ്പോൾ നമ്മൾ ലോജിക്ക് അതിലത്തെ നോക്കില്ലല്ലോ. അതുപോലെ ഹൊറർ സിനിമ ഇന്നാണ് മറ്റേ ഡയസറ കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ലേ അതില് ഹൊറർ പടാ. അപ്പൊ അതിലെന്തിട്ടാ പേടിക്കാനുണ്ടോ അത്രേ നോക്കണ്ട, അല്ലാണ്ട് അതിന്റെ ലോജിക്ക് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അതുപോലെ കോമഡി പടാണോ ചിരിക്കാണ്ടോ അതാ നോക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് ലോജിക്ക് നോക്കരുത്. ചിലതൊക്കെ നോക്കേണ്ടി വരും. പക്ഷെ ഇങ്ങനത്തെ സിനിമകളിൽ നമ്മള് കുറ്റാന്വേഷണ പടങ്ങളാവുമ്പോ അതില് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കും. ആകാൻ പശു അത്രയ്ക്ക് വലിപ്പത്തിലാക്കണില്ല ചേട്ടാ, ഇത് ചെറിയ പശു കുട്ടിയാണ്.
അവിടെ ഇരിക്കണോട് കുഴപ്പമില്ലല്ലോ. നീ അവിടെ ഒന്നും ചെയ്യുന്നില്ല. അല്ല എന്നാലും ചെയ്യുമെന്നല്ല, ചേട്ടൻ എന്നോട് മാറിപ്പോവാൻ പറയാറില്ലേ കളയ്ക്കുമ്പോ. അത് അതിന് മുന്നിൽ നിൽക്കുമ്പോളാ, സൈഡിൽ നിൽക്കുമ്പോൾ കുഴപ്പമില്ലേ. വെയിലിന് ചൂടുണ്ട് കേട്ടാ. ഇപ്പം ഈ കുഴി കുത്താനായിട്ട് അണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അണ്ണൻ ഈ വശത്തേക്ക് വരില്ലെന്നാ പറഞ്ഞു പോണത്. അന്നത്തെ ചെറിയേട്ടനാണ്ട് പറഞ്ഞില്ലേ, അണ്ണൻ ഈ കാലത്തോട്ടിട്ട് വൈകുന്നേരം വരെ ആക്കിയത്. ഇത്ര കുഞ്ഞൊരു ഏരിയ മാത്രാണേ കാലത്തോട്ട് വൈകുന്നേരം വരെ ചെയ്തത് ആള്. അപ്പൊ ചെറുതായിട്ട് ചോദിച്ചു പറഞ്ഞു ആളോട്, 1100 രൂപ എന്റെ പണിയാണ് ഈ കാണണേ. അണ്ണന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ അണ്ണൻ പറയണേ 1200 എപ്പോഴും പറയണ്ട. മറ്റേ ദിലീപ് മറ്റേ സിനിമയിൽ പറയില്ലേ, വെട്ടം സിനിമയിൽ തീവണ്ടിയിൽ പോകുമ്പോൾ ആ പെൺകുട്ടിക്ക് കാശ് 1450 രൂപ. 1450 രൂപ. ഞാനിപ്പോ ജഗ്ഗുവിനോട് അത് എപ്പോഴും പറയും, സൈലത്തിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ പഠിക്കാം എന്ന് പറഞ്ഞിട്ടേ. അവന്റെ ക്ലാസ്സിലത്തെ ഒരു കുട്ടി അത് അതിന്റെ 1 വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ എടുത്തു. അപ്പോ അത് മതി, അത് മാത്രം മതി, അടിപൊളിയാ പഠിക്കാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇവനത് വേണം. അപ്പൊ നീ പഠിക്കില്ലേ ഉറപ്പല്ലേ എന്ന് ചോദിച്ചിട്ട് എടുത്തു. 4000 അവര് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, കുറച്ച് എല്ലാത്തിനും കുറച്ച് ബുക്കുകളൊക്കെ ഉണ്ട്. ഓരോ സബ്ജക്റ്റിൻ്റെയും ഷോർട്ടാക്കിയിട്ട്, അതായത് ഓരോ ലെസണും ഷോർട്ടാക്കിയിട്ട് പരമാവധി ചുരുക്കി ഓരോ ലെസണും കൊടുത്തിട്ടുള്ള ഓരോ സബ്ജക്റ്റിൻ്റെയും ബുക്കുകളുണ്ട്. അതടക്കം ആണെങ്കിൽ 4250 രൂപയാണ് 1 വർഷത്തേക്ക്. ഈ ബുക്കുകൾക്ക് 600 രൂപ. ബുക്കുകളും കൂടി വേണമെന്നുണ്ടെങ്കിൽ 4850 രൂപ. അപ്പൊ ബുക്ക് വേണോ ചോദിച്ചപ്പോൾ ബുക്കും വേണമെന്ന് പറഞ്ഞു. 4850 രൂപ കൊടുത്തിട്ട് വാങ്ങിയിട്ട് ഈ സാധനം പഠിക്കാനായിട്ട് മറ്റേ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് ആള് മറ്റേ ടാബിൽ ക്ലാസ് വെച്ചിട്ട് ഇരിക്കുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ നല്ല ഉറക്കാം. അപ്പൊ ഞാൻ എണീപ്പിച്ചിട്ട് പറയും, 4850 രൂപ എണ്ണി കൊടുത്ത് വാങ്ങിച്ച സാധനം അത് പറഞ്ഞിട്ട് എല്ലാ ദിവസവും അത് പറയും ഞാൻ. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു പറയാം, ഇത് വെട്ടത്തിലത്തെ. അതായത് ഉറങ്ങാനുള്ള ഒരു സാധനം വാങ്ങിച്ചു വെച്ചു എന്നർത്ഥം. അതിന് അവനെ ചെവിയിൽ ഹെഡ്ഫോൺ വെച്ചിട്ട് ഉറങ്ങിയിരിക്കുന്നതല്ലേ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തിട്ട് തയങ്ങിയിരുന്നു. നമുക്ക് എന്തിട്ട് ഇതൊക്കെ പഠിക്കാൻ വല്ലതും ഉണ്ടായിരുന്ന, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ പഠിക്കാൻ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ. ഒരു ഗൈഡാ, ഒരു ലൈബ്രറിയാ, ഒരു ട്യൂഷനാ, ഒന്നും ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഗൈഡ്, ടീച്ചർമാർ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുക, അത് മാത്രമുള്ള ഓപ്ഷൻ. കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ ഒരാളില്ല സംശയം ഉണ്ടെങ്കിൽ. വീടിൻ്റെ അടുത്തൊന്നും അങ്ങനെ പഠിപ്പുള്ളവരോ ആരുമില്ല. എൻ്റെ കാര്യമായിട്ടാ പറഞ്ഞത്, ട്യൂഷന് പോണില്ല. ട്യൂഷന് വേണമെങ്കിൽ പോണം എന്ന് പറയുകയാണെങ്കിൽ അച്ഛൻ വിട്ടേനെ, എങ്ങനെയെങ്കിലും കാശുണ്ടാക്കി അച്ഛൻ വിട്ടേനെ. പക്ഷേ ബുദ്ധിമുട്ട്, വീട്ടിലത്തെ ബുദ്ധിമുട്ട് കാണുമ്പോൾ ആ കാശും കൂടി നമ്മളായിട്ട് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ട്യൂഷന് പോകണ്ട. ട്യൂഷന് 10ാം ക്ലാസ്സിലായിട്ടും ട്യൂഷന് പോകുന്നില്ല. എല്ലാവരും ചോദിക്കും അച്ഛനോട് അമ്മോട്, ട്യൂഷന് വിടണല്ലേ 10ലല്ലേ, അയ്യോ 10 ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് എല്ലാവരും പേടിപ്പിക്കും. അപ്പോൾ അവൾക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടാന്ന് പറയും അച്ഛനമ്മയും. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ ഇഷ്ടമുണ്ട്. കുട്ടികൾ ട്യൂഷൻ ക്ലാസ്സിൽ തമാശകളൊക്കെ വന്നിട്ട് ഇങ്ങനെ വീട്ടിൽ സ്കൂളിൽ ഇങ്ങനെ ഇത് ഇൻ്റർവെൽ ടൈമിലൊക്കെ ട്യൂഷൻ ക്ലാസ്സിൽ നടന്ന കാര്യങ്ങൾ തമാശക്ക് കുറച്ചിരിക്കുന്നതാണ്. എനിക്ക് അത് കേൾക്കുമ്പോൾ എനിക്കും ട്യൂഷന് പോയിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലത്തെ തമാശകൾ പറയാൻ കിട്ടുമായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അല്ലാണ്ട് തന്നെ നിനക്ക് തമാശ പറയാൻ പറ്റില്ല. ട്യൂഷന് പോവാണ്ട്. അപ്പോൾ ട്യൂഷന് പോയിരുന്നുണ്ടെങ്കിൽ എന്തോരം തമാശ സരിത പറയും. സരിത ഭയങ്കര തമാശകാരിയാട്ടാ. എന്നിട്ട് അത് വിട്. അപ്പം എന്നിട്ടാണ്ടായേ ഞാൻ പറഞ്ഞു വന്നത്, പറഞ്ഞു തരാൻ ആരുമില്ല. ലേബറിൻ്റെ പോലത്തെ പുസ്തകങ്ങളൊന്നുമില്ല, ഗൈഡുകളില്ല. അപ്പം നമ്മൾ നോട്ട്സും കറക്റ്റായിട്ട് എഴുതിയെടുക്കണം. ടീച്ചർമാർ പറയണത് അവരെ ഒരു മുക്കലും മൂളലും വരെ വിടാണ്ട് ഞാൻ ശ്രദ്ധിച്ചിരിക്കുക. അത്രയ്ക്ക് ഞാൻ വേറെ ഒന്നും അറിയില്ല ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ബെസ്റ്റ് ടീച്ചർമാരായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും ആ ടീച്ചർമാരെ വില മനസ്സിലാവണം. അത്രയും അവർ ശരിക്കും ടീച്ചറാവാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അതെ, അതായത് പൈസ ലക്ഷങ്ങൾ കെട്ടിയിട്ടൊന്നും ടീച്ചറായിട്ടുള്ളവരല്ല. ശരിക്കും ടീച്ചർമാരാവാൻ അതിനനുസരിച്ച് കഴിവുള്ളവർ തന്നെയായിരുന്നു, പണ്ടത്തെ ഡോക്ടർമാരെയൊക്കെ പോലെ. അപ്പൊ അവർക്ക് നന്നായിട്ട് പറഞ്ഞു തരാനും അറിയാം, നല്ല അറിവും ഉണ്ടായിരുന്നു. അപ്പൊ അത് ശ്രദ്ധിച്ചിരിക്കണ കാരണം അത് വെച്ച് പഠിച്ചു. അതായിരുന്നു നിനക്ക് 600-ൽ 488 മാർക്ക് കിട്ടിയില്ലേ? എന്താ അതൊന്നും പറയണ്ടപ്പോ, ഞങ്ങൾക്ക് പറയണേ കിടക്കട്ടെ. ഇത് ഞാൻ ചേട്ടനോട് പറയിപ്പിക്കണമെന്ന് വിചാരിക്കും. ഇവർക്ക് നല്ല മാർക്ക് 488 മാർക്കൊക്കെ അന്ന് ഭയങ്കര സംഭവം അല്ലേ? 1997 അല്ലേ? 1997
എനിക്ക് 383 മാർക്കായിരുന്നു. 383 മാർക്ക്. അത് ഏത് വർഷത്തിലാ? ഹൈ ഫസ്റ്റ് ക്ലാസ് അല്ലേ? 86 ഫസ്റ്റ് ക്ലാസ് അല്ലേ? 86 85 അതും കളിച്ചു നടന്നിട്ട് അല്ലേ? പക്ഷെ എനിക്ക് അന്ന് പിന്നെ ഇംഗ്ലീഷ് തിരിച്ചൊക്കെ അറിയായിരുന്നു. ഇപ്പൊ ചേട്ടാ ഇമ്പ്രൂവ് ചെയ്തില്ലേ 10ാം ക്ലാസ് ചെയ്തിട്ടാണ്. ഒരു വർഷം വേസ്റ്റ് ആക്കി ഇമ്പ്രൂവ് ചെയ്തു. എന്തിനു വേണ്ടി? അന്ന് വെറുതെ കളിച്ചു നടന്നതാ. ശരിക്കും ഫസ്റ്റ് എത്രയായിരുന്നു മാർക്ക്? 241 മാർക്ക്. ഓരോ പുസ്തകം എന്ന് പറഞ്ഞ സാധനം തൊട്ടിട്ടില്ലേ. ഒരു വർഷം ഇത് കളഞ്ഞിട്ട് ഇമ്പ്രൂവ് ചെയ്തു. SSLC പ്രീ ഡിഗ്രിക്ക് ആണെങ്കിൽ തോറ്റു. ചേട്ടൻ പഠിപ്പിച്ച ആള് ജയിച്ചു അല്ലേ? അത് ചെറുേട്ടൻ പറയടക്കെ. ഞാൻ പഠിപ്പിച്ച ആള് ഞാൻ ഇപ്പൊ എൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാനായിട്ട് അവൻ മത്സരമായിട്ട് അവൻ കോളേജ് ജയിച്ചു, ഞാൻ തോറ്റു. ഞാൻ കളിച്ചു നടന്നിട്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കോമേഴ്സ് അല്ലേ? കോമേഴ്സ് എടുക്കേണ്ട ഒരു കാര്യമില്ല. ഇതായി അടുത്ത് എനിക്ക് ഹിസ്റ്ററി ആയിരുന്നു ഏറ്റവും ഇഷ്ടം. അത് വീണ്ടും എന്താ എഴുതിയെടുക്കാൻ? SSLCക്ക് ചേട്ടൻ ഒരു കൊല്ലം കളഞ്ഞില്ലേ? അപ്പൊ ഇത് ചേട്ടന് എഴുതിയെടുക്കായിരുന്നില്ലേ? എന്നിട്ട് BA ഹിസ്റ്ററി എങ്ങാനും എടുത്ത് പഠിക്കായിരുന്നില്ലേ? പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടി. പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടിയിട്ട് പിന്നെ അതിന് പരീക്ഷയ്ക്ക് പഠിക്കാൻ പോവായിരുന്നു. ആ സമയത്ത് തന്നെയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സജീവൻ സ്വർണ്ണപ്പണി ഇട്ടത്. അപ്പോൾ പിന്നെ അതിൽ ചെന്നിരുന്നു. പോസ്റ്റ് ഓഫീസിലത്തെ ജോലിയും സ്വർണ്ണപ്പണി രണ്ടും. എന്നിട്ട് സ്വർണ്ണപ്പണി വല്ലതായ? അതായില്ല. ഇതിപ്പോ കീലക്കത്തില് തിലകം പറഞ്ഞ പോലെയാണ് കാര്യങ്ങള്. എന്നിട്ട് അതായ ഒന്നായില്ലേ, ഒക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ച് പോയി, എല്ലാം പോയി. പക്ഷെ അതൊക്കെയാണ് കേട്ടാ, അത് ഞാൻ ആലോചിക്കൂട്ടാ, ഇപ്പം അതൊക്കെ വളരെ നന്നായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് നമ്മുടെ ഈ തോൽവികളൊക്കെ ഇനിയാണ് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തിയത്. ഈ തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒന്നിൽ പഴച്ചു കഴിഞ്ഞാൽ അടുത്ത് വിജയിക്കും, അല്ലെങ്കിൽ അത് പഴച്ചു കഴിഞ്ഞാൽ അടുത്ത് വിജയിക്കും, ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ എന്നെ അനുകരിക്കുന്നവരുണ്ട് ഇപ്പോൾ, അത് വേറെ കാര്യം. എന്നെ അനുകരിച്ച് ജീവിക്കാൻ പഠിച്ചവരും ഇപ്പോൾ ഈ ലോകത്തുണ്ട്. അപ്പോൾ ഞാൻ ഒരു പുരുഷോത്തമനാന്ന് പറയില്ല, പക്ഷെ ഒരു ചെറിയ മാതൃക എന്നിലുണ്ട്. ആളുകൾക്ക് വിജയിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനം. അതിൽ നിനക്ക് അഭിമാനിക്കാമെടാ. കണ്ടാ പറഞ്ഞു കുടിയിലെ ഫ്രെയിമായി. കണ്ടാ ഞാൻ പറഞ്ഞേ ഇപ്പൊ ഞാൻ ഒരു കൂലിപ്പണിക്കാരൻ, ഇപ്പൊ കൈക്കോട്ട് കളിക്കാരനാണോ? നല്ലൊരു കൈക്കോട്ട് കളിക്കാരനാണോ? അല്ല. അന്ന് കൈക്കോട്ട് കളിക്കാൻ അത്യാവശ്യം നന്നായിട്ട് മനസ്സിലായ. ഇനി സ്വർണ്ണപ്പണി ഞാൻ ഭയങ്കരമായി സ്വർണ്ണപ്പണിക്കാരനാണോ? അല്ല. സ്വർണ്ണപ്പണി ചെയ്യും. അതുപോലെ തന്നെ ഞാൻ നന്നായിട്ട് തമാശ പറയുന്ന ആളാണോ? ഭയങ്കര തമാശ അല്ല, അത്യാവശ്യം പറയും. എല്ലാം കുറച്ച്. ഇതിപ്പോ ഞാൻ ഇന്നാളെ എന്നെ പറ്റി പറഞ്ഞ കാര്യം ചേട്ടാ ഇപ്പൊ പറയണത് അത് നിന്റെ പോലെ തന്നെയാണ് എനിക്കൊന്ന്. നമ്മളെല്ലാം കൊണ്ട് പൂർണ്ണതല്ലാന്ന് മനസ്സിലായി. കുറേ സംഗതികളുണ്ട് നമുക്ക് ഒക്കെ. കഴിവുണ്ടോ ചോദിച്ചില്ല. മറ്റേ സിനിമയില്ലേ, നമ്മുടെ ഇവളുടെ സിനിമ, ആ നിവേദി എന്ന് പറയുന്ന സിനിമയില്, അതില് പാട്ട് പഠിക്കാൻ മറ്റേ കുറച്ച് പറയണത് ആ നടന്റെ പേരുന്ന വിനു മോഹൻ വരുമ്പോ എന്നിട്ട് അടിപൊളിയായിട്ട് പാട്ട് പാടണ്ടേ? അടിപൊളിയായിട്ട് പാട്ട് പാടണ്ടേ. എല്ലാം കുറച്ച് അല്ല, അത്രയ്ക്ക് നമുക്കറിയില്ല, നമുക്ക് പാട്ടൊന്നും അങ്ങനെ അറിയില്ല. അപ്പൊ അതാണ് കാര്യം. എല്ലാത്തിലും തലയിട്ടു. നല്ലൊരു കൃഷിക്കാരനാണോ എന്ന് ചോദിച്ചാൽ കൃഷിക്കാരനായിരുന്നു. അതിൽ കൃഷി തുടർന്നു. നമ്മൾ കോൾപ്പാടത്ത് അടിപൊളിയായിട്ട് കൃഷി തുടർന്നു. അത്യാവശ്യം നല്ല പോലെ ഇവിടെ വീട്ടിലുള്ള ഒരു കഞ്ഞി കുടിക്കേണ്ട വകുപ്പൊക്കെ ചെയ്ത് തുടർന്നു. അടിപൊളിയായിട്ട് 10-400 പറ നെല്ല്, 500 പറ നെല്ല് കിട്ടി തുടർന്നു നമുക്ക്. അത് നമ്മൾ കൃഷി ചെയ്തിട്ട് തന്നെയാണ്. അവിടെ കൃഷി ചെയ്തിട്ട് വിളവ് കിട്ടുന്നതിന് ഒരു പരിധിയുണ്ട്. അത് അവിടെ മാക്സിമം ഇല്ലേ കോൾപ്പാടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശാലമായി 400-500 ഏക്കർ ഉണ്ടാവും ഓരോ പാടങ്ങൾ. 150 പറ 200 പറ അങ്ങനത്തേക്ക് ഉണ്ടാവും. ഇവിടുത്തെ വിളവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 50 വിളവ്, ഒരാൾക്ക് 25 വിളവ്, അങ്ങനെയില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് 100 വിളവ് എന്ന് പറയില്ല. ഏവറേജ് ഒരു 25 വിളവ് അല്ലെങ്കിൽ 30 18 വിളവ് ആ റേഞ്ച് ആയിരിക്കുന്നു ഒരു പാടത്തുള്ളതേ. മനസ്സിലായില്ലേ? ആ കൃഷിക്കാരൊക്കെ ഏവറേജ് ആയിരുന്നു അവിടെ. എല്ലാം ചെയ്യും. അതായത് ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനും തോൽക്കാൻ സമ്മതിക്കില്ല. തോറ്റാലും അടുത്തേക്ക് പോവും. ഭയങ്കര പാചകക്കാരനാണോ? അല്ല, അത്യാവശ്യം പാചകം ചെയ്യാം. അങ്ങനത്തെ കുറച്ച് ഗുണങ്ങൾ. ഇനിയിപ്പോൾ നാടകം ഭയങ്കരമായിട്ട് സംവിധാനം ചെയ്യൂ? ഇല്ല. നാടകത്തെക്കുറിച്ച് അത്ര അറിവുണ്ടോ? ഇല്ല.
എന്നാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആ ഒരു നാടകക്കാരൻ എന്ന് പറയാൻ പറ്റില്ല. നാടകക്കാരെന്ന് പറയാൻ പറ്റില്ല തന്നെ, മനസ്സിലായോ? അപ്പം നമ്മളിൽ അന്തർലീനമായി കിടക്കുന്ന കുറേയേറെ കഴിവുകളുണ്ട്. അതിലത്തെ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴെങ്കിലും നമുക്ക് പുറത്ത് എടുത്ത് വന്നിട്ട് അത് വിജയിപ്പിക്കും. യൂട്യൂബ് ആണ് അവസാനം എത്തിയത്. അത് ചിലപ്പോൾ സരിത കൂടിയുള്ള കാരണമാവാം. ഞാൻ കൂടെ ഉണ്ടായിട്ടല്ല ചേട്ടൻ തുടങ്ങുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല. കുറെ അത്യാവശ്യം കുറെ സബ്സ്ക്രൈബേഴ്സ് ആവണ വരയ്ക്കും ഞാൻ ഉണ്ടായിരുന്നില്ല. ശരിയാ. പിന്നെ ഇടയിൽ ഞാൻ വന്നു മാത്രം. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ചേട്ടൻ ഇതുപോലെ തന്നെ പോയേനെ. അതെന്തേലും ആവട്ടെ. നീ ആ വെണ്ടക്ക അല്ല ഇത് കൊണ്ടുവന്ന് നോക്കി, കുറച്ച് കഴിഞ്ഞ് എനിക്ക് വിശക്കും. വിശന്ന് ചോറ് സാമ്പാറും പപ്പടം ഉണ്ടെന്ന്. അത് പോരറി ഇതോ ചെയ്യേ, ഇതല്ലെങ്കിൽ നാശമായി പോലേ. കുറേ നേരം വർത്താൻ പറഞ്ഞില്ലേ, ഇതിൽ വെള്ളം എടുത്ത് വന്നോളൂ അവിടെ വരുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ അപ്പോൾ എനിക്കുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരട്ടെ. എനിക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട. അടുപ്പും സ്റ്റൗ ഇതൊക്കെയോ, സ്റ്റൗവും കൊണ്ടുവരാം. ഗ്യാസും കുറ്റിയൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ? അതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ സരിത പാചകത്തിനുള്ള തയ്യാറെടുപ്പായിട്ടാ. പാചകം ഒന്നും പറയാൻ പറ്റില്ല. സിമ്പിളായിട്ടുള്ളൊരു സാധനം, തൈരും വഴുതനങ്ങയും ഉണ്ടെങ്കിൽ സിമ്പിളായിട്ടൊരു സാധനം ഉണ്ടാക്കണം. റീൽസ് കണ്ടിട്ട് ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയില്ല. അതിൽ ഭയങ്കര ടേസ്റ്റ് എന്നാ പറയണേ. അങ്ങനെയൊന്നല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ചോറൊക്കെ തിന്നാൻ പറ്റും. അങ്ങനത്തെ സാധനം നമ്മൾ മാത്രം അങ്ങനെ പറയുള്ളൂ. എന്ത് കുഴപ്പമില്ല. ഭൂരിഭാഗം പേരും ഗംഭീര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആളുകൾ കാണുള്ളോ, അറിയോ? അല്ല ടേസ്റ്റിലെ സാധനം വല്ലതും കാണും. നമ്മളിപ്പോൾ ചാള കൂട്ടാൻ ടേസ്റ്റില്ല എന്ന് പറഞ്ഞു, വല്ലതും അധികം പേര് കാണുന്നില്ലല്ലോ. അപ്പോൾ ഇത് ലോകോത്തര ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾ ഇത്രയും രുചിയിൽ ചാള കൂട്ടാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു നോക്കിയേ. ഈ രുചിയിൽ ചാള കൂട്ടാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? ആ രുചിയിൽ നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ, അങ്ങനെ പറയാം. എങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് 2 വഴുതനങ്ങ എടുക്കണുള്ളൂ കേട്ടാ. 2 വഴുതനങ്ങ കഴുകണം. രണ്ടെണ്ണം കൊണ്ട് ചെയ്യാം. അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, തൈര്. ആ ഓസ്ട്രിയയിലുള്ള സിനി ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും കഴുകി എന്നാ പറയുള്ളൂ. കഴുകി എന്ന് പറയും. ധന്യേരെ അവിടേക്ക് ചെന്നപ്പോൾ ധന്യം പറയണു കഴുകിന്ന്. മറ്റേ കംഫർട്ടർ ഇല്ലേ, അത് കഴുകി ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയേണ്ടതെന്ന്. നമ്മൾ മൊത്തത്തിൽ തൃശ്ശൂർക്കാർ കഴുകിന്ന് തന്നെ പറയാറ് കേട്ടാ. കഴുകിന്ന് പ്രേമേട്ടനും പറയാറുണ്ട്. നിങ്ങൾ എന്തിങ്ങനെ പറയണേ കഴുകിന്ന് പറയും. തൃശ്ശൂർക്കാരൊന്നും കഴുകിന്നൊന്നല്ല പറയാ, കഴുകിന്ന് പറയാ. അതെ, ഞാനത് തന്നെ ലാസ്റ്റ് ആ ചേച്ചിയോട് പറഞ്ഞേ. എന്തിനാണ് ഭാഷ എന്തിനാണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. നമ്മളുടെ ഉള്ളിലുള്ള ഒരാശയം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവണം. അതിനല്ലേ ഭാഷ എന്ന് പറയുന്നത്. കഴുകിന്ന് പറഞ്ഞാലും കഴുകിന്ന് പറഞ്ഞാലും സംഭവം തൊട്ടാ വാഷ് ചെയ്യാം. അത് സംഭവം മനസ്സിലായില്ലേ? അതുപോലെ അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഓരോന്ന് പറഞ്ഞ് മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് നിൽക്കാം. ഞാൻ കട്ടിംഗ് ബോർഡ് എടുക്കാൻ മറന്നു. അപ്പൊ ഇതിങ്ങനെ വട്ടത്തില് കനം കുറച്ചിട്ട് അരിയ ട്ടാ. ഒരെണ്ണം മതിന്നോണ്. ഒരെണ്ണായപ്പോ എന്നെ കുറേ ഉണ്ടല്ലോ. കഴിക്കണട്ടാ. ഇത് വറുത്തിട്ട് വെറുതെ ഇതിനെ നല്ല രസാ. തൈരിലിടാൻ ഇടാണ്ടേ കുറച്ചപ്പോൾ മാറ്റി വയ്ക്കാം. തൈരിലിടാണ്ട് ഒന്ന് കഴുകിയെടുക്കാം. മീൻ വറക്കണ പോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്തിട്ട് ഈ വഴുതനങ്ങനെ വറുത്തെടുക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ട പരിപാടി. കുറച്ച് മുളക് പൊടി എടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു, മിക്സ് ചെയ്യാം. ഇതൊന്ന് വരട്ടാം. നാടൻ കൂർക്കാന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു പോകണ്ടല്ലോ. എവിടെയെങ്കിലും പറിച്ചുണ്ടാവും. അല്ല, ഈ വിളിച്ചു പോണൊരു വല്ലതും വേറെ സ്ഥലത്തൊക്കെ പറയാറുണ്ടോ? തമിഴ്നാടൻ എന്നൊക്കെ പറയാറുണ്ടോ? ഒക്കെ നാടൻ തന്നെയല്ലേ പറയാം. നാടൻ കൊള്ളി, നാടൻ പയർ, നാടൻ ചാള. നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വാങ്ങിക്കുമല്ലോ. അല്ലാണ്ട് തമിഴ്നാട് ചാള, തമിഴ്നാട് വെണ്ടക്കായ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ വെണ്ടക്കായ. അപ്പോൾ ആളുകൾ വാങ്ങിക്കില്ലല്ലോ.
എൻ്റെ അമ്മയെ കഥച്ചു ഞാൻ. കുറച്ചായിരിക്കും റെസ്റ്റ് എടുക്ക്. എന്നാലും ഇത്രയ്ക്ക് താന്നു കണ്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇത്രയ്ക്ക് വരെ താത്തണം കേട്ടോ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതില്ലേ മുന്നത്തെ കുഴി അത് തീരെ താന്നുണ്ടായിരുന്നില്ല ചേട്ടാ. അതിനെങ്ങനെയെന്നറിയോ, ആ കമ്പോസ്റ്റ് നമ്മൾ എടുക്കില്ലേ, കളച്ചെടുക്കില്ലേ, അപ്പൊ അതിന് കുഴി വലുതായി വരും, താഴ്ച കൂടി. തുടക്കം തന്നെ ഇത്തിരി വലുതാക്കി കഴിഞ്ഞാൽ കുറെ ചവർ കൊള്ളില്ലോ. എന്തിനാ നമ്മുടെ ആവശ്യമുണ്ട് കുഴിയിൽ വല്ലാണ്ട് ഇറങ്ങി പണിയെടുക്കേണ്ട ആവശ്യത്തിന് പണിയെടുത്താ പോരെ. ശരി, ഇത് നമുക്ക് വറുത്തെടുക്കാട്ടാ. ആ വറുത്ത് അങ്ങനെയാണെങ്കിൽ ടേസ്റ്റ് ഞാൻ മുഴുവൻ തിന്നാൻ തോന്നില്ല. അപ്പോ ഇത് മുഴുവൻ വേണ്ട, ഇത് കൊറേ ഉണ്ട്. സരിതേ, കൊത്തി ഞാൻ ക്ഷീണിച്ചു. ഇനി ഇത് അവിടെ വെടുപ്പാക്കാൻ വേണമെങ്കിൽ തീ എത്തിച്ചിട്ട് ഇത് നമ്മൾ മീൻ വറക്കണ പോലെ തന്നെ വറുത്തെടുക്കാം. ഒരു ഊട്ടിയിലത്തെ ഒരു ചാനലേ അവര് ഈ വഴുതനങ്ങില്ലേ, ഇത് ഇത്രയും നീളമുള്ള വഴുതനങ്ങില്ലേ, ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡ് ഭയങ്കര വലിപ്പുള്ളത്. ആ വഴുതനങ്ങ സ്ലൈസ് ആക്കിയിട്ട് മീൻ വറക്കണ പോലെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഞാൻ നമുക്ക് ചെയ്യണോട്ടാ. വഴുതനങ്ങ നമ്മുടെ വഴുതനങ്ങ തന്നെ ആക്കാം. അത് വണ്ടം വഴുതനങ്ങ. അയ്യോ വേപ്പിൻ്റെ എല്ലാം വേണ്ട. ഒരു മിനിറ്റ് കേട്ടാ, ആ വേപ്പില പൊടിച്ചിട്ട് വരാം. ഞാൻ അത് വെടുപ്പാക്കട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടാ. അയ്യോ ഒരു മിനിറ്റേ, ഒരു കാര്യം മറന്നു. ഇതിലേ 2-3 വേപ്പിൻ്റെ ഇല ഇടണം ഈ വെളിച്ചെണ്ണയിൽ. ഇത് വറുത്തെടുക്കാം. ശരിക്കേ അണ്ണൻ്റെ ഒപ്പം ചേട്ടൻ നിന്നിരുന്നെങ്കിലേ ആള് തവിട് പൊടിയേനെ. കാരണം വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. നേരെ മേടിക്കോളായിരിക്കോണ്ടോ ആളെ. അല്ല, ആള് പണിയെടുത്തോടുന്നോട്ട്. ഇപ്പൊ വേണമെങ്കിൽ പ്രായാവല്ലേ, അതന്നെ അതിൻ്റെയോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ സാധനം. ഒരു സൈഡ് ഇങ്ങനെ ആവുമ്പോൾ മറച്ചിടാം. ഈ ഭാഗത്തുള്ളൊന്നും ആയിട്ടില്ല, കാറ്റ് കാരണം ഒരു സൈഡിലേ ആയിട്ടുള്ളൂ. ആവണത് എടുക്കാം. ഇതൊക്കെ നമ്മുടെ കമ്പോസ്റ്റ് കുഴിക്കുള്ളതാ, അയക്കുള്ളതാ. ചൂടായി. എന്തായി വറുത്തത്? എങ്ങനെ സാധനം? കയ്യിൽ മണ്ണുണ്ടോ? ഇത് വെറുതെ നിന്ന് കഴിക്കില്ല. എന്ത് രസാ അല്ലേ? രസമുണ്ടാവും. ഇങ്ങനെയൊക്കെ എങ്ങനെയായിരുന്നു സരിത? കൂട്ടാൻ വെക്കേണ്ടിരുന്നില്ല. ഇനി ചെയ്യാൻ പോണത് തൈര് എടുക്കണം. തൈര് വാങ്ങിച്ച തൈരാട്ടോ, നമ്മൾ വീട്ടിലുണ്ടാക്കിയത് കഴിഞ്ഞു. ഇത്ര കട്ടി വേണ്ട തൈരിനേ. നമ്മൾ വീട്ടിലുണ്ടാക്കണാകുമ്പോൾ ഇത്തിരി കൂടി ലൂസ് ആയിരിക്കുമല്ലോ. ഇതൊന്ന് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ലൂസാവൂട്ടാ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഞാനൊന്ന് ലൂസാക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പിടാം. ഈ തൈരിലേക്കുണ്ടല്ലോ നമ്മൾ ഈ വറുത്ത് വെച്ച സാധനമില്ലേ, അതിടാം. ചേട്ടന് വേണ്ടല്ലോ, മിക്സ് ചെയ്യാൻ പോവാട്ടാ. വേണ്ട, ഇതിരിക്കിട്ട് ഇളക്കാം. വേണമെങ്കിൽ തൈര് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി ലൂസാക്കണേ, കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കാം കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് ഇതിലേക്ക് ഒന്ന് കാച്ചി ഒഴിക്കണം. പക്ഷേ ഈ കാണുമ്പോൾ തീ കത്തുണ്ടോയെന്ന് അറിയണില്ല. കത്തുണ്ടാവും തോന്നുന്നുണ്ട്. മുമ്പ് മഞ്ഞ കളറിലുള്ള തീ ആളിക്കത്തലായിരുന്നു പ്രശ്നം. ഇപ്പം ഈ ബർണറും സാധനങ്ങളൊക്കെ മാറിയപ്പോൾ തീ കത്തുണ്ടോയെന്ന് തന്നെ അറിയണില്ലേ. കത്തുണ്ടായിരിക്കും. വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ചൂടായി, ഭയങ്കര ചൂടായി. അതിൽ വറ്റൽമുളക് ഇട്ടു. കടുകില്ലേ? ഇല്ല, ഉള്ളി ഇടാം. ഈ പരിപാടി ഇതിൽ ബാക്കി തരുണ്ടത് വെറുതെ കഴിക്കാം. നട്ടുവച്ച നേരത്തെ
ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. ആ ഫ്രിഡ്ജിലിരുന്ന് ഉടനെ അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. സിനിമ ഷീലൊരു സിനിമയുണ്ട്, നട്ടുച്ചയ്ക്ക് ഇരുട്ട്. സിനിമയുടെ പേരാ? ആ, ഇങ്ങനെ ഒരു പണ്ട് ഞാനയിൽ വന്നിട്ട് ഞാനിത് എന്തൊരു ഈ പേര് ചെറുപ്പത്തിലേ. നട്ടുച്ചയ്ക്ക് ഇരുട്ട് എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കണേ? നട്ടുച്ചയ്ക്ക് എന്ത് ഇരുട്ട്? അറിവില്ലായ്മേനെ ആയിരിക്കാം ഇരുട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഞാൻ. അജ്ഞതയാകുന്ന അന്ധകാരം എന്നൊക്കെ പറയില്ലേ, ഈ പോയി അടുത്ത മിളക്. ഇതിലല്ലെങ്കിൽ ഒരു മിളകിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. 2 വറ്റൽമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇളക്കിയപ്പോൾ ഇളക്കണേൻ്റെ ഇതിൽ പോയിതാട്ടാ. 2 എണ്ണം നിലത്ത് കിടക്കുന്നുണ്ട്. അവർക്ക് ആദരാഞ്ജലികൾ. അയ്യോ മുളക് പൊടി, ചേട്ടൻ മുളക് പൊടി വേണം. ഒരു തരി ഇടണ്ടോ കേട്ടോ, ഒരു ലേശം. ഇത് ഉള്ളിയൊക്കെ ഇങ്ങനെ ആയി വരുമ്പോഴേ ഇതിലേക്ക് ഒരു തരി മുളക് പൊടി ഇടാം. ഒരു കളർന്ന് എന്നിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. അതിൻ്റെ ആവശ്യമൊന്നുമില്ലേ. ഇതാണ് കൂട്ടാൻ വയ്ക്കാനൊന്നും ഇല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വഴുതനങ്ങയുണ്ട്, തൈരുണ്ടെങ്കിൽ ചെയ്യാം. അടിപൊളി സാധനമല്ലേ? കാണാൻ ഭംഗിയുണ്ട്. അതല്ല ഞാൻ തൈര് അടിപൊളി സാധനം കഴിച്ചതേ. തൈര് നല്ലതായിരിക്കണം കേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഭയങ്കര പുളിയുള്ള തൈരാവരുത്. എന്ത് രസാ ഈ ഉച്ച നേരത്തെ ഇത് കഴിച്ച് നോക്കിയേ, അത് സൂപ്പർ സാധനം. പോവാ വീട്ടിൽ പോയിട്ട് ചോറിന സാമ്പാർ കൂട്ടിട്ട്. അപ്പൊ ഇതെന്തിനാ എന്നോട് ഉണ്ടാക്കി വെച്ചേ? ഇത് വേണം ആവുമ്പോ ചോറ്, പപ്പടം, സാമ്പാർ. ഇതിന് നേരത്തെ ചോറ് ചോറ് അധികം കണ്ടമാനം ചോറ്, സാമ്പാർ. ഇത് പിടിക്കും. ഇത്രയ്ക്ക് ചോറിന്റെ ആവശ്യമില്ല. പിന്നെ പിഞ്ഞാണത്തിന്റെ ആവശ്യമില്ല. കണ്ടാ നേരെ ഒഴിച്ചാൽ മതിയാ. ചേട്ടൻ ഒഴിച്ച് കഴിച്ചുകൂടെ? ഇതെവിടെ വെച്ചാൽ പിഞ്ഞാണം ഇത് ഇവിടെ വെച്ചോ. അതിന്റെ അടിയിൽ ഇതുണ്ടാവില്ല. അത് കുഴപ്പമില്ല, അവിടെ വെച്ചോ. അത് ഇവിടെ പുല്ലിന് നനയ്ക്കുമ്പോ ഞാൻ ഇത് മിളിക്ക് വെള്ളാക്കും. അപ്പൊ വില ഉണ്ടെങ്കിൽ പൊക്കോളും. ഇത് കഴിച്ചില്ലെങ്കിൽ ഇടി കിട്ടും. ഞാൻ 100 വട്ടം പറഞ്ഞ ഈ സാധനം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സാമ്പാറൊന്നുള്ളപ്പോ അത് മുഴുവൻ ഞാൻ കഴിക്കും. നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് പറയരുതിട്ടാ. കുഴപ്പമില്ല. ഇമ്രു പിന്നല്ലേ ചോറുണ്ടേ. ഇടട്ടെ ഈ സൈഡിലേക്ക്. അടിപൊളി സാധനം കേട്ടത്. തൈരും വേണ്ട. പിന്നെ അതിലത്തെ ആ വഴുതനങ്ങ കഴിച്ചു നോക്കിയേ. വഴുതനങ്ങ തന്നെ വറുത്തതാണ്. എനിക്ക് അന്ന് ഉണ്ടാക്കിയപ്പോഴേ വഴുതനങ്ങ തന്നെ വറുത്തത് തിന്നണ കൂടുതൽ ടേസ്റ്റ് ഒന്നും ഇതിലിട്ടിട്ടുള്ളത്. ഇതിൽ തൈരിൽ കിടന്ന് കുതിർന്നത് തിന്നണേനേക്കാളേ ടേസ്റ്റ് കൂടുതൽ തോന്നിയത്. കഴിച്ചടാ, നോക്കി എടുക്കണോക്കി മൂത്തിക്ക്. ആ ഉള്ളിയൊക്കെ കടിക്കുമ്പോൾ എന്ത് രസം അറിയും. അതെ, നിങ്ങൾ ചോദിക്കട്ടോ, സൂപ്പർ സാധനം. ഇത് സുഖമായിട്ട് ഉണ്ടാക്കാട്ടെ. 5 മിനിറ്റ് മതി ചെയ്യാനായിട്ട്. ആ വഴുതനങ്ങ ഒന്ന് വറക്കാടൊരു സമയം. വഴുതനയൊക്കെ വേഗം ഇടുമ്പോഴത്തേക്ക് തന്നെയാവും. അടിപൊളി. ഞാൻ കഴിക്കില്ല, അത് മുഴുവൻ കഴിയും ഇപ്പം. മുഴുവൻ കഴിക്കണ്ട, കുറച്ച് ബാക്കി വെച്ചോ. ജഗ്ഗുനൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ജഗ്ഗുവിന് തന്നുണ്ടാക്കിയത് അത്രയ്ക്ക് ഇഷ്ടമായില്ലേ. പക്ഷെ തൈര് സാധം ഭയങ്കര ഇഷ്ടമാണ് ജഗ്ഗുവിന്. മറ്റേ ചട്ടി തൈര് സാധല്ലേ അത്.